നമസ്കാരം. പ്രതീക്ഷകളോടെ പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്ന ദിവസമാണ് ഇന്ന് ജൂലൈ 1 എന്നാൽ ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളാണ് ഈ മാസം വന്നു ചേരുക. ആ നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധ പുലർത്തണം. ചില വഴിപാടുകൾ നടത്തേണ്ടത് അനിവാര്യമാകുന്നു. പ്രശ്നവിധി പ്രകാരം കണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാധ്യ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം ശുഭകരമായ ഫലങ്ങൾ. പ്രശ്നവിധി പ്രകാരം ആദ്യം ശുഭകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്ന ആ നക്ഷത്രക്കാരെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. പ്രത്യേകിച്ചും ഈ സമയം നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു. പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ശുഭകരമായി തീരും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കും. തടസ്സങ്ങൾ ഒഴിവായി കിട്ടുന്നതാകുന്നു. ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കും. കൂടാതെ കുടുംബത്തിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നേടിയെടുക്കുവാനും നിരാശപ്പെട്ടിരുന്നതായ പല കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് ഗുണകരമായ ഫലങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും ധനപരമായ നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്കും പ്രശ്നവിധിയാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ഗുണാനുഭവങ്ങൾ വളരെയധികം വർദ്ധിക്കും. ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഉചിതമായ പ്രതിഫലം, ഉചിതമായ ധനപരമായ നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം നിങ്ങൾ എടുക്കുന്ന നിലപാടുകൾക്ക്, തീരുമാനങ്ങൾക്ക് വളരെയധികം സ്വീകാര്യത വന്നു ചേരാം. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. എന്നാൽ എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടില്ല എന്ന കാര്യവും ഓർക്കണം. ഈ സമയം സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ശുഭ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് വിവാഹ കാര്യത്തിലും പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ വിലയ്ക്ക് തന്നെ പല കാര്യങ്ങളും വിൽപ്പന നടത്തുവാൻ സാധിക്കും. അത് വാഹനമാണ് എങ്കിലും ഭൂമിയാണ് എങ്കിലും അത്തരത്തിൽ ചില കാര്യങ്ങൾ അനുയോജ്യമാകുവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പൊതുവെ നോക്കുകയാണ് എങ്കിൽ ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും ഈ സമയം കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂരം നക്ഷത്രമാകുന്നു. പൂര നക്ഷത്രക്കാർക്ക് പ്രശ്നവിധിയാൽ അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന പല കാര്യങ്ങളും അത് അനുകൂലമായി ഭവിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിവുകൾ നിങ്ങൾക്ക് പ്രകാശിപ്പിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. തൊഴിൽ മേഖല, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. നിങ്ങൾ അർഹിക്കുന്നതായ വരുമാനം അത് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ട് നവീകരണം അത് ഫലം കണ്ടു തുടങ്ങും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇത്തരം നവീകരണം നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം ഏവരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് എന്ന കാര്യം ഓർക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാകുന്നു. ഉത്രം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പ്രയത്നങ്ങൾ അത്
ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പല വ്യക്തികളുടെയും പ്രീതി സമ്പാദിക്കുവാൻ തന്മൂലം നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിച്ചതായ സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. രോഗദുരിതങ്ങളുണ്ട് എങ്കിൽ ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും വാങ്ങുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. അത്തരം ചിന്തകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം ഏതൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വാഹനങ്ങൾ വിൽപ്പനയ്ക്കോ വാങ്ങുവാനോ അനുകൂലമാണ് സമയം. അതിനാൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് ഒരു കാര്യവും ചെയ്യരുത് എന്ന കാര്യം ഓർക്കുക. പ്രത്യേകിച്ചും സാമ്പത്തികപരമായ കാര്യങ്ങൾ അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അത്തം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. പല രീതിയിലുള്ള എതിർപ്പുകൾ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നതായ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. കർമ്മരംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ഒരു പരിധിവരെ പിന്തുണ ലഭിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. ജോലി ലഭിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില പ്രശ്നങ്ങൾ അത് നീങ്ങുകയും പുരോഗതി ദൃശ്യമാകുന്നതായ സമയമാകുന്നു. സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം കൂടിയാണ് ഇത്. പലരുടെയും ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയാകുന്നു. അതിനാൽ തന്നെ തർക്കങ്ങൾ ഒഴിവാക്കി ഐക്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതുമാണ്. വിധിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും. ഊർജ്ജസ്വലതയോടെ ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാനും നേട്ടങ്ങൾ കൊയ്യുവാനും സാധിക്കും. കൂടാതെ പലവിധ തടസ്സങ്ങൾ വന്നാലും അതെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിൽ ചെയ്യേണ്ടതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ ഒരു പരിധിവരെ അത്തരം തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം. ധനപരമായ നേട്ടങ്ങളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്. മറ്റൊരു നക്ഷത്രം ചോതി നക്ഷത്രമാകുന്നു. ചോതി നക്ഷത്രക്കാർക്കും പൊതുവെ അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം. പ്രശ്നവിധി പ്രകാരം ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. കൂടാതെ മുടങ്ങിയ പല കാര്യങ്ങളും അത് നിങ്ങൾക്ക് പുനരാരംഭിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം. കലാസിദ്ധികൾ പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. അനുകൂലമായ ബന്ധം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം പ്രതീക്ഷിക്കാം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ലോൺ ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. അതായത് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. അതിനാൽ ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. പ്രശ്നവിധി പ്രകാരം ഇവർക്ക് പുതിയ അവസരങ്ങൾ, തൊഴിലവസരങ്ങൾ വന്നു ചേരാം. ജോലി മാറുവാനുള്ള സാഹചര്യമോ പുതിയ തൊഴിൽ ലഭിക്കാനുള്ള സാഹചര്യമോ വന്നു ചേരാം. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവും കൃത്യമായി തന്നെ അത് ചെയ്യുവാൻ സാധിക്കും. അടുക്കും ചിട്ടയും പുലർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വിദ്യാർത്ഥികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വീട്ടിൽ അനുകൂലമായ കാര്യങ്ങൾ, പ്രധാനമായും കുടുംബത്തിൽ ഉണ്ടായിരുന്നതായ തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിൽ ഐക്യം പുലരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. വാഹനവുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. വായ്പയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരും എന്ന കാര്യം ഓർക്കുക.
സാമ്പത്തികപരമായ ഞെരുക്കങ്ങളുണ്ട് അഥവാ തടസ്സങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏതൊരു കാര്യവും നിങ്ങൾക്ക് വിജയം നേടുവാൻ സാധിക്കും അഥവാ കാര്യസാധ്യം നേടുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക. എന്നാൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. തിരുവോണ നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന കാര്യം ഓർക്കുക. പ്രശ്നവിധി പ്രകാരം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിലും അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ കൊയ്യുവാനുള്ള സാധ്യതകളുണ്ട്. ലാഭം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പലരെയും ആശ്രയിച്ചിരുന്നു എങ്കിൽ പോലും ഈ മാസം ആശ്രയിക്കാതെ പല കാര്യങ്ങളും നടക്കും എന്ന കാര്യവും ഓർക്കുക. സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പ്രണയികൾക്കും അനുകൂലമാണ് സമയം. വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കലാപ്രവർത്തകർക്ക് അനുകൂലമാണ് സമയം. പുതിയ അവസരങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ കച്ചവടവുമായി ബന്ധപ്പെട്ടും ലാഭം വർദ്ധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാകുന്നു. ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതായ സമയമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, പല വ്യക്തികളെയും അമിതമായി വിശ്വസിക്കുന്നതിലൂടെ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യം തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യ കാര്യത്തിലും അല്പം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. മറ്റൊരു നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവിധിയാൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാം. സാമ്പത്തികപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാൻ ഒരു പരിധിവരെ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം പ്രധാനപ്പെട്ട ചില ചർച്ചകൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. ഈ സമയം നിങ്ങൾക്ക് ബഹുമാനം, സ്വീകാര്യത വർദ്ധിക്കുന്നതാകുന്നു. തുറന്ന ചർച്ചയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കൂടാതെ ഈ സമയം ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോടൊപ്പം പുതിയ തൊഴിൽ ലഭിക്കുവാനും അതേപോലെ തന്നെ നിലവിലെ ജോലി മാറുവാനും സഹായകരമാണ് ഈ സമയം. കൂടാതെ വിദേശത്തേക്ക് പോകുവാനോ വിദേശത്ത് അവസരങ്ങൾ വന്നു ചേരുവാനോ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ ഈ സമയം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും പരമശിവനെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് സർവ്വ ഐശ്വര്യപ്രദം തന്നെയാകുന്നു. ഇനി പരാമർശിക്കാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ദോഷകരമായ ഫലങ്ങൾ പ്രശ്നവിധിയാൽ വന്ന് ഭവിച്ചിരിക്കുന്നത് എന്നാകുന്നു. ആ നക്ഷത്രക്കാരെ കുറിച്ചും അവർ ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചും വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് പ്രശ്നവിധി പ്രകാരം അത്ര അനുകൂലമല്ല സമയം എന്ന കാര്യം ഓർക്കുക. ജന്മരാശിയിൽ ജന്മനക്ഷത്രത്തിൽ വ്യാഴം 2-ലും 3-ലുമായി ആദിത്യൻ, 12-ാം ഭാവത്തിലും ജന്മരാശിയിലുമായി വ്യാഴം എന്നിങ്ങനെ ഗ്രഹസഞ്ചാരങ്ങൾ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വഴിവയ്ക്കും എന്ന കാര്യം ഓർക്കുക. കൂടാതെ അനാവശ്യമായ വിവാദങ്ങളുമായി ബന്ധപ്പെട്ടും പ്രശ്നങ്ങൾ വന്നു ചേരാം. ചെലവുകൾ വർദ്ധിക്കുന്നതാകുന്നു. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുവാൻ സാധ്യത കുറവ് തന്നെയാണ്. കൂടാതെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ ഫലങ്ങൾ അല്ലെങ്കിൽ മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് ലക്ഷ്യത്തിലെത്തുവാൻ അല്പം പ്രയാസകരമാണ് എന്ന കാര്യവും ഓർക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് അല്പം ടെൻഷനുകൾ അല്ലെങ്കിൽ ഏകാഗ്രത നഷ്ടമാവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതായ സമയമാണ്. ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക. മാനസികപരമായ പിരിമുറുക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ 2-ാം പകുതി ആകുമ്പോഴേക്കും കാര്യങ്ങൾ അല്പം നിങ്ങൾക്ക് അനുകൂലമായി തീരും. അഥവാ മാസത്തിന്റെ 2-ാം പകുതിയിൽ കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. 2-ാമത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത്
മകീരം നക്ഷത്രമാകുന്നു. മകീര നക്ഷത്രക്കാർക്കും ശുഭകരമല്ല ഫലം എന്ന് തന്നെയാണ് പ്രശ്നവിധിയാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത്. ആദിത്യന്റെയും ഗുരുവിന്റെയും കുജന്റെയും സഞ്ചാരം അനുകൂലമല്ല. അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും എന്ന കാര്യവും ഓർക്കുക. മുതൽ മുടക്കുള്ള പല കാര്യങ്ങളും ഇപ്പോൾ ആരംഭിക്കുവാൻ തൽക്കാലം ഉചിതമല്ല എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. പല രീതിയിലുള്ള ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തുക. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും പ്രതീക്ഷിക്കും എങ്കിൽ പോലും അത് ചെയ്യുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നതാകുന്നു. എന്നാൽ ചില കാര്യങ്ങളിൽ കാര്യവിഘ്നം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തിരുവാതിര നക്ഷത്രമാകുന്നു. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. കാരണം ജന്മരാശിയിലും ജന്മ നക്ഷത്രത്തിലെയും ആദിത്യ സഞ്ചാരവും അതേപോലെ തന്നെ 12-ലെ വ്യാഴസ്ഥിതിയും കൂടുതൽ അധ്വാനം, ശാരീരിക ക്ലേശം വന്ന് ചേരുന്നതിന് കാരണമായി തീരും. പല കാര്യങ്ങളിലും പിടിപ്പുകേട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ആലസ്യം വന്നു ചേരാം. ഇവ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പല ലക്ഷ്യങ്ങളും നിങ്ങൾക്ക് കൈവരിക്കുവാൻ സമ്മർദ്ദങ്ങൾ വന്നു ചേരാം. കൂടാതെ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരും. വ്യക്തി ജീവിതത്തിലും സ്വൈര്യക്കുറവിന് സാധ്യത കൂടുതലാകുന്നു. ക്രമേണ കാര്യങ്ങൾ അനുകൂലമാകും. എന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമല്ല. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുക. ജലം, അഗ്നി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. കൂടാതെ ഈ സമയം ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. പൊതുവെ നിങ്ങൾക്ക് ഈ സമയം അനുകൂലമല്ല എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ സ്ഥിതിയിൽ തുടരുന്നതിനാൽ അതിൻ്റെ പ്രതിഫലനം വ്യക്തി ജീവിതത്തിൽ വന്നു ചേരും. ആലസ്യം പല കാര്യങ്ങളിലും പ്രകടമാകും. കർമ്മരംഗത്ത് പോലും ബാധിക്കും എന്ന കാര്യം ഓർക്കുക. പല കാര്യങ്ങളും പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവെക്കുന്നതുമാണ്. അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, മനസ്സിനെ വിഷമിപ്പിക്കുന്നതായ കാര്യങ്ങൾ പോലും സംഭവിക്കാവുന്നതുമാണ്. ഈ സമയം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരണം എന്നില്ല. കുടുംബസമേതം പല യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. എങ്കിലും തന്മൂലം പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. യാത്ര മുടങ്ങുവാനുള്ള സാധ്യത പോലും കൂടുതലാകുന്നു. ഈ സമയം ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാകുന്നു. ചതി സംഭവിക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാകുന്നു. പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കാതെ തടസ്സങ്ങളാൽ നീണ്ടു പോകുന്നതായ അവസ്ഥയും വന്നു ചേരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഈ മാസം മുന്നോട്ട് പോകേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം അനിഴം നക്ഷത്രമാകുന്നു. അനിഴം നക്ഷത്രക്കാർക്കും അനുകൂലമല്ല സമയം എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഗുണാനുഭവങ്ങൾ അകന്ന് നിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ആദിത്യൻ അഷ്ടമ നവഭാവങ്ങളിലായി സഞ്ചരിക്കുന്നതുമാകുന്നു. മാനസിക കുറവിനൊപ്പം ദേഹക്ലേശങ്ങളും വന്നു ചേരാം. ലക്ഷ്യത്തിലെത്തുവാൻ ആഗ്രഹിക്കും എങ്കിലും നിങ്ങൾക്ക് അതിന് സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയുന്നതായ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. പല യാത്രകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഫലങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ സംഭവിക്കണം എന്നില്ല. ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കുവാൻ പൊതുവെ സാധിക്കാത്തതായ സമയമാകുന്നു. പലരുടെയും പിന്തുണ ലഭിക്കാത്തതായ അവസ്ഥ വന്നു ചേരും. വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് മാനസികപരമായ ക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം പല കാര്യങ്ങളിലും ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുകയും ചതി സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. ഈ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി ചെയ്യേണ്ടതായ പരിഹാരങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ധാരയും പിൻവിളക്കും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തി പ്രാർത്ഥിക്കുക.
ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക. കൂടാതെ നിത്യവും ഇഷ്ടദേവതയുടെയും പരമശിവന്റെയും മന്ത്രങ്ങൾ ജപിക്കുക. കൂടാതെ ശിവക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമണിഞ്ഞ് നിത്യവും പുറത്തു പോകുന്നതും കയ്യിൽ സൂക്ഷിക്കുന്നതും ശുഭകരം തന്നെയാകുന്നു. വന്നു ചേരേണ്ട പല അപകടങ്ങളെയും തരണം ചെയ്യുവാൻ, ദോഷകരമായ ഫലങ്ങളെയും തരണം ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക.